ഇങ്ങനൊരു തീരുമാനം എടുക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പൊരുത്തപ്പെടാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചതാ. പക്ഷേ സാധിക്കുന്നില്ല. കണ്ണന് രാധികയോട് വലിയ സ്നേഹാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സ്നേഹാണ്. പിന്നെ പിന്നെ ഒന്നുമില്ല. വിവാഹത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം മോഹങ്ങൾ കാണും. എല്ലാരും കൂടെ തകർത്ത് കളഞ്ഞത് അതായിരുന്നു. രാധികയുടെ ഭാഗ്യം ഞാൻ തട്ടിത്തെറിപ്പിച്ചും തോന്നുന്നുണ്ടോ? യു ആർ സേവ്ഡ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. ഒരു പെൺകുട്ടി സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ഒരു ദാമ്പത്യമാണ് എനിക്ക് വീണ് കിട്ടിയെന്ന് അച്ഛൻ പറയാറുണ്ട്. രാകേഷിനെല്ലാം ഉണ്ട്. സുന്ദരൻ, സമ്പന്നൻ, കാറ്, ബംഗ്ലാവ്, ഒരു പെൺകുട്ടി മോഹിക്കുന്ന എല്ലാം. ബട്ട് ഹീസ് നിയർ എ കമ്പ്യൂട്ടർ. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും എന്ന് സമാധാനിക്കുക. എല്ലാം അറിഞ്ഞപ്പോ ഒന്ന് സംസാരിക്കണം തോന്നി. ഇനി രാധികയുടെ ഇഷ്ടം. ബന്ധം വേർപ്പെടുത്തിയ വേറെ വിവാഹം കഴിക്കോ? കഴിക്കണം. ഇല്ലെങ്കിൽ ചേട്ടൻ കഴിപ്പിക്കും. രാധികയ്ക്ക് യോജിച്ച ആളെ തന്നെ. മനപ്പുറത്ത് എന്നൊക്കെ പറയുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയാ. ഒത്താ ഒത്തു. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ആളെ ഇഷ്ടപ്പെടുക. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ദുഷ്ടൻ. ഇവിടെയാണ് രക്തം തളം കെട്ടിക്കിടന്ന സ്ഥലം. ശ്രീകരം. രാത്രി പേൻ നോക്കുന്ന ലക്ഷണക്കേടാ കമലു. ടി വി കണ്ട ആ പേൻ പോണ മരുന്ന് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങാത്തത്? ടി വിയിൽ കാണുന്നൊക്കെ വാങ്ങിക്കൂട്ടാൻ ഞാൻ പാലക്കാട്ടുകാരൻ പലചരക്ക് കച്ചവടക്കാരനല്ല. PWDയിലെ UDC ആണ്. എന്റെ കാശില്ല. ആരോ ബെല്ലടിക്കുന്നു. എന്താ ഹരി നേരത്ത്? പറയാം. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. അല്ല, കമലും പിള്ളേരും ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ഓഹോ. കമലു വാലടച്ചേ. എങ്ങോട്ടാ ഈ നേരത്തെ? ഞങ്ങൾ കേട്ടോളൂ. വലിച്ചു കിടന്നപ്പോ അവനോ ബുദ്ധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും എന്റെ പെങ്ങൾക്കൊരു ജീവിതം വേണം. കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും. ശരിയാ. കോടതിയും കേസൊന്നുമില്ല തീരുന്നെങ്കിൽ അതല്ലേ നല്ലത് ഹരി. ഇത് രാധികയുടെ തീരുമാനമാണോ? അതെ. അവൾ ഒപ്പിടാൻ തയ്യാറാണ്. അവൾക്ക് വേണ്ടെങ്കിൽ കണ്ണനും വേണ്ട. അതാണ് ബുദ്ധി. തീയതി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം. ജീവൻ പോയാലും അവന് ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതിനും ഉണ്ടടാ ഒരടവ്. ഒരടവ്. അടവെടുത്താണ് അവൻ അടി തെറ്റി വീണ് കിടക്കുന്നത്. പിന്നെ കൊണ്ടുവന്ന അടവ്. മിണ്ടരുത്. എന്തെയാണെന്ന് എനിക്കറിയാം. എന്തൊരു തള്ളലാണിത്? വിളിക്കടാ. അതെ, എന്റെ തൊണ്ടക്ക് നല്ല സുഖമില്ല, കഫം. ആവശ്യമില്ലാതെ വിളിച്ചുപദ്രവിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല. ആവശ്യം വന്നപ്പോ നിന്റെ തൊണ്ട കഫം. വിളിച്ചില്ലേ നിന്റെ ശവം. ശവം വേണോ കഫം വേണോ? ശവം അല്ല, കഫം. ശവം. വിളിക്കടാ. വിളിക്കാമേ. കഫം പോയോ? പോയി. ഹലോ ഹലോ, കണ്ണനല്ലേ? ആരാ? കണ്ണന്റെ മിസ്സിസാ, രാധിക. എന്താ രാധിക ഇത്? എത്ര നേരം ഞാനന്ന് കാത്തു നിന്നത്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ കണ്ണേട്ടാ. കണ്ണേട്ടൻ വിളിച്ചാ ഞാൻ കൂടെ വരാം. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാന്ന്. ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വരാം. അയ്യോ, ഇപ്പൊ വരണ്ട. അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വന്നാ മതി. ഞാൻ കാത്തിരിക്കും. ഞായറാഴ്ച വരെ ആക്കണോ രാധികയെ? എന്താ കണ്ണേട്ടാ ഇത്ര ധൃതി? ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ? ഒരു 10 ദിവസം കൂടെ കാത്തിരുന്നാൽ എന്താ? കള്ളൻ. ഞാനേ ഇനി ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട.
അല്ല നീ എങ്ങോട്ടാ രാവിലെ? ഇഷ്ടമുള്ളിടത്തേക്ക്. എന്നാ ഞാനും കൂടെ വരാം. വേണ്ട. നീ ഷർട്ട് ഇപ്പൊ വാങ്ങി? സൗകര്യമുള്ളപ്പോ. നീ പുതിയതൊന്നും വാങ്ങിയില്ലേ? നിന്റെ ഒരു പഴയ ഷർട്ട് ഞാൻ എടുത്തോട്ടെ? വേണ്ട. എടാ, എനിക്ക് ആകപ്പാടുള്ളത് നീ തന്നെ പഴയ ഷർട്ടാ. ഒരെണ്ണം ഞാൻ എടുക്കും. നാണമില്ലാത്തടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, നീ എന്തിനാ എന്നോട് വിളിക്കുന്നത്? നീ രാധിയെ കാണാൻ പോവല്ലേ? അത് ശരി. അപ്പൊ വീണ്ടും എന്തെങ്കിലും ഉടക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ നന്നായിരിക്കണമെന്ന് തന്നെയാടാ എനിക്ക്. അതായത്, അല്ല, ഞാൻ പറയുന്നതേ, ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ രാധികയുടെ വീട്ടുകാര്, അത് അവനവൻ ഓരോ വിലയുണ്ട്, അത് കളയരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം നീ ഷൂസ് ഇട്ടത് മാറിപ്പോയി. അറിയാം, ഞാൻ മനഃപൂർവ്വം തിരിച്ചിട്ടിരിക്കുന്നതാ. എടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനും കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹരി, മോനെ, നമ്മുടെ തുളസിക്ക് ഞാൻ അറിഞ്ഞു അമ്മേ. കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചതാ തുളസിയെ. നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കണമെന്നുണ്ടോ അമ്മേ? ഞാനും ഒരു അത്താഴപ്പട്ടിണി. ഇത് നല്ല ബന്ധാ. ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാൻ എന്നൊക്കെ പറഞ്ഞ ചില്ലറയാ. ഒരു പ്രദേശം മുഴുവൻ ഇരുട്ടിലാക്കണമെങ്കിൽ അയാൾ മാത്രം വിചാരിച്ചാൽ മതി. ഈ വീട്ടിൽ അയാൾ പ്രകാശം വരുത്തുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ മോനെ. എനിക്കറിയില്ലേ അമ്മേ, വിശക്കുമ്പോ ഒരു നേരത്തെ ചോറ് വേണമെങ്കിൽ ധൈര്യമായിട്ട് കയറി വരാൻ പറ്റുന്നത് ഈ വീടാ. ആ കൂറ് എനിക്ക് എന്നും ഉണ്ടാവും. കാശൊഴിച്ചുള്ള എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. തുളസിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാമേ. എന്താ ഒന്നും പറയാത്തത്? നമുക്കിറങ്ങാം. ആ, ഇറങ്ങാൻ വരട്ടെ. വിളിപ്പിച്ചത് ഞാനേ. ഇരിക്കെ. അച്ഛനെവിടെ? കാര്യങ്ങളെല്ലാം അഡ്വക്കേറ്റ് പറയും. മിസ്റ്റർ കണ്ണൻ, ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തി. ഇനി കോടതിയിലേക്കും പ്രശ്നങ്ങൾ വലിച്ചെടുക്കണോ? കണ്ണൻ ഇതിലൊരു ഒപ്പിട്ടേക്കൂ. എന്താ ഇത്? നിങ്ങളുടെ ബന്ധം സ്വമേധയാ വേർപെടുത്താൻ സമ്മതിച്ചുകൊണ്ടുള്ള കരാറാണ്. ഒപ്പിട്ടോളൂ. രാധിക ഇതിന് സമ്മതിച്ചോ? അവള് തന്നെയാ മുൻകൈ എടുത്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് സമ്മതമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ? അതുകൊണ്ട് രാധിക എനിക്ക് വേണ്ടെന്ന് അർത്ഥമുണ്ടോ? വീണ് കിട്ടിയ ഭാഗ്യം കൈയൊഴിയാനുള്ള മടിയാണല്ലേ? സാരമില്ല, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. പണമോ? അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കാനും പിരിക്കാനും പറ്റുമോ? എന്റെ കയ്യിൽ അതില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം പിരിക്കാതിരിക്കാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് തരാം. ഇന്ന് ഞാൻ എന്താ ഇത്? അവള് പറഞ്ഞൊക്കെ പറഞ്ഞാൽ നീ അനുസരിക്കില്ല. മാധവൻകുട്ടി, എന്റെ പെങ്ങളെ മാത്രം നിനക്ക് കിട്ടിയല്ലോടാ വാട്ടി. നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ബന്ധം എന്തിനാ കണ്ണാ നിനക്ക്? കളഞ്ഞിട്ട് വാടാ.
വലിയ പണക്കാരനാണ് ഇയാള് പൂവിട്ട് പൂവിച്ചേനെ. നീ വാടാ. ഇതിൽ ഒപ്പിടാതെ നീ പണിക്ക് പുറത്തു പോവില്ല. മനുഷ്യന്റെ രൂപം ഉണ്ടല്ലോ സാറേ, പിന്നെ എന്താ മൃഗത്തിന്റെ സ്വഭാവം? പേടിപ്പിക്കണ്ട, ഒപ്പിട്ട് കൊടുത്തേക്കടാ.